എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയക്കുക, ഞങ്ങളോടൊപ്പം നിൽക്കുക. നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് നമ്മളാണ്, ഒന്നിച്ച് നീങ്ങാം. പൗരത്വ ഭേദഗതി അനുസരിച്ച് 10 വർഷത്തെ ഇളവാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 2014 ഡിസംബർ 31 വരെ എന്നുള്ളത് മാറ്റി 2024 ഡിസംബർ 31 വരെ ആക്കി. എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ഇളവ് കിട്ടിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്കാണ് പൗരത്വം കൂടുതൽ ഇന്ത്യയിൽ കിട്ടുന്നത്. ഇതിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, പാകിസ്ഥാനിൽ മുസ്ലിങ്ങളുടെ രാജ്യമാണ്, ബംഗ്ലാദേശിൽ മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അവിടെ നിന്ന് വന്നിട്ടുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ, അതായത് ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും ജൈനനും ബൗദ്ധനും തുടങ്ങിയിട്ടുള്ള പാഴ്സിയും അങ്ങനെ ഒരുപാട് മതക്കാരുണ്ട്. അവർ വർഷങ്ങളായി ഇന്ത്യയിൽ വന്ന് താമസിക്കുകയാണ്. അല്ല, ഇന്നലെ രാവിലെ വന്നവരല്ല. അങ്ങനെയുള്ള വർഷങ്ങളായി താമസിക്കുന്നവർക്ക് റേഷൻ കാർഡില്ല, ആധാർ കിട്ടുന്നില്ല, അരി കിട്ടുന്നില്ല, പഞ്ചായത്ത് കിട്ടുന്നില്ല, അവർക്ക് വീട് വയ്ക്കാൻ പറ്റുന്നില്ല, ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് വീണ്ടും 10 വർഷത്തെ ഇളവ് കൂടി അനുവദിച്ചുകൊണ്ട് പൗരത്വ നിയമം കൊടുക്കുകയാണ്. 2024 ഡിസംബർ 31 വരെ ഇന്ത്യയിൽ എത്തിയവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. അങ്ങനെ അപേക്ഷിക്കുമ്പോൾ അതിനൊരു സീനിയാരിറ്റി വെച്ചുകൊണ്ട് പൗരത്വം കൊടുക്കും. വലിയ വിവാദമായതാണ്. മുസ്ലിങ്ങളെ ഒഴിവാക്കിയതാണ് വലിയ വിവാദം. മുസ്ലിങ്ങളെ ഒഴിവാക്കിയതിന് കാരണമുണ്ട്. എന്താണ് ഒഴിവാക്കിയതിന് കാരണം? അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യമാണ്. അപ്പോൾ അവിടെ നിന്ന് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് സംഘടിതമായിട്ട് അവിടെ അരാജകത്വവും വെള്ളമില്ലാത്ത അവസ്ഥയും ദാരിദ്ര്യം വരുമ്പോൾ എല്ലാവരും കൂടെ സംഘടിതമായിട്ട് വന്നാൽ പൗരത്വം കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക് രാജ്യമായി നിൽക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്നാൽ കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ ന്യൂനപക്ഷമല്ല, അത് ഭൂരിപക്ഷമാണ്. അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ ആ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ, വർഷങ്ങളായി ഇവിടെ താമസിക്കുകയാണെങ്കിൽ അവർക്കാണ് ഇത് കൊടുക്കുന്നത്. എന്തായാലും പൗരത്വ നിയമം തന്നെ വലിയ വിവാദവും ബഹളവും ഒക്കെ ആയതാണ്. പക്ഷെ അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. 10 വർഷത്തെ ഇളവ് അനുവദിച്ചിരിക്കുന്നു. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഇന്ത്യൻ പൗരന്മാരാകാനുള്ള കാര്യമുണ്ട്. പാകിസ്ഥാന്റെ ഇനി ഇന്ത്യൻ പൗരത്വം കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയുന്നു. പാകിസ്ഥാൻ പൗരന്മാരൊക്കെ ആണെങ്കിൽ അവിടുത്തെ പൗരത്വം ഉപേക്ഷിച്ച രേഖ വേണം. പൗരത്വം ഉപേക്ഷിച്ചതിന്റെ രേഖ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകില്ലെന്ന് ഹൈക്കോടതി. അത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊണ്ട് ഇവിടെയും വന്ന് സിറ്റിസൺ ആവണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഹൈക്കോടതി അങ്ങനെ പാസ്പോർട്ട് മടക്കി നൽകിയത് അടക്കമുള്ള തെളിവുകൾക്ക് സാധ്യതയില്ല. പാസ്പോർട്ട് മടക്കി നൽകിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൗരത്വം അവസാനിപ്പിച്ചു എന്നുള്ള സത്യവാങ്മൂലം കൊടുക്കണം. ജസ്റ്റിസുമാരായ സുശ്രുത അരവിന്ദ് ധർമാധികാരിയും BM ശ്യാമകുമാറും എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇത്, സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇത് പറഞ്ഞത്. ഡൽഹി ഹൈക്കോടതിയുടെ തലശ്ശേരിയിൽ നമ്മുടെ ഹൈക്കോടതിയുടെ തലശ്ശേരിയിൽ താമസിക്കുന്ന റഷീദ ബാനു പാക് പൗരത്വമുള്ള പെൺമക്കൾക്ക് ഇന്ത്യൻ പൗരത്വം നേടി ഹർജി സിംഗിൾ ബെഞ്ച് അനുവദിച്ചിരുന്നു. ഇത് റദ്ദാക്കിയാണ് വിധി. കേരള ഹൈക്കോടതിയുടെ വിധിയാണ് ഇത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അപ്പീൽ നൽകിയത്. അപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ അപ്പീലിൽ ഈ പാകിസ്ഥാൻ പൗരത്വം ഉപേക്ഷിക്കാതെ ഇന്ത്യൻ പൗരത്വം നേടാനുള്ള ഒരു ശ്രമമാണ്. അതെല്ലാം കൂടെ നടക്കത്തില്ലല്ലോ. അത് പറയത്തില്ല. അപേക്ഷകയുടെ ഭർത്താവ് മുഹമ്മദ് മാറൂഖ് ചെറുപ്പത്തിൽ മുത്തശ്ശിക്കൊപ്പം പാകിസ്ഥാനിലേക്ക് കുടിയേറി അവിടുത്തെ പൗരത്വം നേടിയതാണ്. UAE-യിലാണ് ജോലി ചെയ്യുന്നത്. പ്രായപൂർത്തിയാകാത്ത മക്കൾക്ക് പാക് പൗരത്വമാണുള്ളത്. അപ്പൊ പാക് പൗരത്വമുള്ളവർക്ക് ഇവിടെ പൗരത്വം വേണമെന്നാണ്. അത് നടക്കുന്ന കാര്യമാണോ? നിശ്ചിത കാലയളവിൽ ഇന്ത്യയിൽ താമസിക്കാൻ അപേക്ഷയ്ക്കും മക്കൾക്കും കേന്ദ്ര അനുമതി നൽകിയിരുന്നു. അവർ അപേക്ഷ കൊടുത്തതിന് ഇന്ത്യയിൽ താമസിക്കാൻ അനുമതി കൊടുത്തു. ഇതിനിടയിലാണ് കുട്ടികൾക്ക് ഇന്ത്യൻ പൗരത്വം എടുക്കാൻ റഷീദ അപേക്ഷ നൽകിയത്. അനുകൂല നിലപാടെടുത്തെങ്കിലും പാക് പൗരത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കേന്ദ്രം നിഷ്കർഷിച്ചു. തുടർന്നാണ് റഷീദ ഹൈക്കോടതിയിൽ സമീപിച്ചത്. സിംഗിൾ ബെഞ്ച് റഷീദയുടെ വാദം കേട്ടു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അത് പറ്റത്തില്ല, നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് തന്നെ വരണം. കുട്ടികളുടെ പാക് പാസ്പോർട്ട് തിരിച്ചു നൽകി ഇന്ത്യൻ പാക് എംബസിയിൽ നിന്ന് NS നേടുകയും ചെയ്തിരുന്നു. അതൊക്കെ ചെയ്തു. ഇത് മതിയായ തെളിവുകളല്ലെന്നും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അനിവാര്യമല്ലെന്നും വ്യക്തമാക്കിയാണ് പൗരത്വം പരിഗണിക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ആ ഉത്തരവിനെയാണ് റെനൻസേഷൻ സർട്ടിഫിക്കറ്റ് നേടാത്ത പക്ഷം പാക് പൗരത്വം റദ്ദാകില്ലെന്നാണ് അവിടുത്തെ പൗരത്വ നിയമത്തിൽ പറയുന്നതെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. 21 വയസ്സ് തികയാത്തവർക്ക് പാക് പൗരത്വം അവസാനിപ്പിക്കാൻ അപേക്ഷിക്കാനാവില്ല എന്നും വ്യവസ്ഥയുണ്ട്. അപ്പോൾ 21 വയസ്സാവണം പാകിസ്ഥാൻ പൗരത്വം അവസാനിക്കണമെങ്കിൽ. അതിനാൽ അപേക്ഷകർ ഇന്ത്യൻ പൗരത്വം അനുവദിച്ചാൽ ഇരട്ട പൗരത്വമാകുമെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി. ഇത് കോടതി അംഗീകരിച്ചു. അപ്പോൾ എന്തായാലും അംഗീകരിച്ച ഡിവിഷൻ ബെഞ്ച് കൃത്യമായി ഈ പൗരത്വം അപ്പോൾ പൗരത്വം എന്ന് പറയുന്ന ഒരു വിഷയം ഇന്ത്യയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിനിടയിൽ ശുഭവാർത്തകളും വരുന്നു. 10 വർഷം പൗരത്വം കൂടി ഇളവ് അനുവദിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇന്ത്യൻ പൗരന്മാരാകുന്നു. അങ്ങനെ ആകുന്നവർക്ക് ഇപ്പോൾ ആൾറെഡി ഇവിടെ താമസിക്കുന്നവരാണ്. അവർക്ക് ഇന്ത്യൻ പൗരന്മാരാകുന്നവർക്ക് സ്വാഗതം.